ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അപ്പൂസ്റ്റൺ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ആണ് ഹൗ ടു ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓൺ വിൻഡോസ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് കോഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐഡിയയായ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എങ്ങനെയാണ് നമ്മുടെ വിൻഡോസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹൗ ടു ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എക്ലിപ്സ് ID ഓൺ വിൻഡോസ്. അപ്പോൾ ആ വീഡിയോ കണ്ട് ഫോളോ ചെയ്ത് ചിലവർക്ക് അത് എറർ വന്നിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞത്. അപ്പം അങ്ങനെ എറർ വന്നിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മളെ കോഡിങ് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ ഉപയോഗിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നമ്മുടെ കോഡിങ്ങിൻ്റെ സീരീസ് ഫോളോ ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ കോഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതും വളരെയധികം എളുപ്പമായി നമുക്ക് കോഡ് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയയായ മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ ID എങ്ങനെയാണ് നമ്മുടെ വിൻഡോസിലേക്ക് കയറ്റുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ സെർച്ച് ബാറിലേക്ക് ഡൗൺലോഡ് vscode എന്ന് സെർച്ച് ചെയ്യുക, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. അതിനുശേഷം ഫസ്റ്റ് കാണിക്കുന്ന ലിങ്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് കാണിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്കവിടെ 3 ഡൗൺലോഡ് ഓപ്ഷൻസ് കാണുന്നതായിരിക്കും. ഫസ്റ്റത്തത് വരുന്നത് വിൻഡോസിൻ്റെത്, സെക്കൻഡത്തത് വരുന്നത് ഉബുണ്ടുവിൻ്റെയാണ്. ഉബുണ്ടു അല്ല, ലിനക്സിൻ്റെ 2 വെർഷൻസാണ് കാണിക്കുന്നത്, ഉബുണ്ടുവും അതുപോലെ റെഡ് ഹാറ്റും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് വിൻഡോസിൻ്റെയാണ്. മാക്കിൻ്റെയും വരുന്നുണ്ട്. നിങ്ങളപ്പം ഏതാണ് യൂസ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ വിൻഡോസിൻ്റെയാണ് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അതിനായി വിൻഡോസിൻ്റെ ഡൗൺലോഡ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പം നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ VS കോഡ് ഇവിടെ ഇൻസ്റ്റാൾ ആകാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് നമ്മുടെ MinGW എന്ന് പറഞ്ഞ കമ്പൈലർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പം MinGW GCC കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നമ്മൾ വീണ്ടും ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം MinGW GCC ഫോർ വിൻഡോസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് കാണുന്ന ലിങ്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ അപ്പം ജസ്റ്റ് ഈ ഡൗൺലോഡ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഈ 5 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മുടെ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ MinGW GCC ജസ്റ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ VS കോഡ് ജസ്റ്റ് ഡൗൺലോഡ് ആകുന്നതേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് റിസ്യൂം ചെയ്യുക. അതുകൂടെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് MinGW GCC ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇപ്പോൾ റീഇൻസ്റ്റാൾ എന്ന് എനിക്ക് വരുന്നതിൻ്റെ കാരണം എൻ്റെ PC-യിൽ ഓൾറെഡി തന്നെ MinGW ഇൻസ്റ്റാൾഡ് ആയിരുന്നു. ഞാൻ നേരത്തെ എക്ലിപ്സ് IDക്ക് വേണ്ടിയാണ് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എക്ലിപ്സ് ID എൻ്റെ കൂടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ വീണ്ടും എക്ലിപ്സ് IDക്ക് വേണ്ടി അല്ലാതെ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി MinGW GCC ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ജസ്റ്റ് ഒന്നും കൂടെ റീഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിവിടെ ഇൻസ്റ്റാൾ എന്ന് വല്ലതുമായിരിക്കും കാണിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ റീഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്കൊരു ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് നടന്നതിന് ശേഷം ജസ്റ്റ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും, ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ അപ്പം നമുക്ക് കുറേ പാക്കേജസിൻ്റെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ പാക്കേജസാണ് നമുക്ക് MinGW GCCക്ക് വേണ്ടി വേണ്ടതാണ് ഇവർ ചോദിക്കുന്നത്. നമുക്കപ്പോൾ ഇവിടെ എല്ലാ പാക്കേജസും വേണം. അതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മാർക്ക് ഫോർ ഇൻസ്റ്റലേഷൻ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എല്ലാ പാക്കേജസും നമ്മൾ മാർക്ക് ഫോർ ഇൻസ്റ്റലേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ലെഫ്റ്റ് കോർണറായിട്ടുള്ള ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ലൈ ചേഞ്ചസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇത്ര പാക്കേജസ് ഡൗൺലോഡ് ആകാൻ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഇനി അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് VS വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി ഇപ്പോൾ നമുക്ക് ഡൗൺലോഡ്സിൽ ചെന്ന് ജസ്റ്റ് ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഇൻസ്റ്റലേഷൻ ഫയൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി ഓപ്പൺ ഫയൽ ക്ലിക്ക് ചെയ്യാം.
ഇനി അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ ഇൻസ്റ്റലേഷൻ ഫയൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പം വിഷ്വൽ സ്റ്റുഡിയോ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി ജസ്റ്റ് നിങ്ങളുടെ ഐ അപ്സെറ്റ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഇവിടെ കുറേ ഓപ്ഷൻസ് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഈ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ കൊടുക്കുക, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇൻസ്റ്റാൾ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. ഇവിടെ അപ്പം പെട്ടെന്ന് എനിക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അപ്പം ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഫിനിഷ് ബട്ടനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടെ വിഷ്വൽ സ്റ്റുഡിയോ ലോഞ്ച് ആകുന്നതായിരിക്കും. ഇനി അപ്പം നമുക്ക് അവിടെ വിഷ്വൽ സ്റ്റുഡിയോ ലോഞ്ച് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പം വിഷ്വൽ സ്റ്റുഡിയോ ലോഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഇൻ്റർഫേസ് അല്ലായിരിക്കും വരുന്നത്. നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരുന്നത്. നിങ്ങൾക്കപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞ ബട്ടനെ ക്ലിക്ക് ചെയ്ത് അടിച്ചു വിടാൻ കാണുമായിരിക്കും. അതല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞ ബട്ടനെ ക്ലിക്ക് ചെയ്ത് വിടുക. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ന്യൂ ഫയൽ, ഓപ്പൺ ഫോൾഡർ എന്ന് പറഞ്ഞൊരു വിൻഡോ വരിക, അല്ലെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു വിൻഡോ വരിക. നമുക്കപ്പോൾ ഇപ്പോഴും ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പേ നമുക്ക് കുറച്ച് എക്സ്റ്റൻഷൻസും കൂടെ ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഏറ്റവും താഴത്തെ ഓപ്ഷനായ ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻസാണ് എക്സ്റ്റൻഷൻ. C or C++ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്ന ആ ഒരു പാക്കേജ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒരു ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ ഡൗൺലോഡ് ചെയ്ത സോഫ്റ്റ്വെയറാണ് വിഷ്വൽ സ്റ്റുഡിയോ. അതുകൊണ്ട് ഇത് ഇൻസ്റ്റാൾഡ് ആണ്, ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാക്കേജോടെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതാണ് കോഡ് റണ്ണർ. അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ കോഡ് റണ്ണർ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ പാക്കേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതും ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാനിപ്പം ഇവിടെ ഇടയ്ക്ക് നെറ്റിൻ്റെ ഒരു എറർ വന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആ പാക്കേജ് തന്നെ നിങ്ങളെ കാണിക്കുന്നത്. ഇതായിരിക്കും അതിൻ്റെ ലോഗോ. ഇത് തന്നെ അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇനി അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ വിഷ്വൽ സ്റ്റുഡിയോ ഒന്ന് മിനിമൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ MinGWയുടെ പ്രോസസ്സ് ബാക്കി കണ്ടിന്യൂ ആകാൻ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അവിടെ ജസ്റ്റ് ഇപ്പോൾ ഈ MinGWയുടെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് സ്കിപ്പ് ചെയ്തതാണ്. അപ്പം നമ്മുടെ MinGWയുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ക്ലോസ് ആകുന്നതായിരിക്കും. ഇതിപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ജസ്റ്റ് നമ്മുടെ ദിസ് PCയോട്ട് ചെല്ലുക. അതിനുശേഷം വിൻഡോസ് C അല്ലെ ലോക്കൽ വോളിയം C അല്ലെ നിങ്ങളുടെ C, നമ്മുടെ വിൻഡോസ് C അല്ലെ ലോക്കൽ C എന്ന് പറയുന്ന C ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് പ്രോഗ്രാം ഫയൽസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ ഫസ്റ്റ് കാണുന്ന ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്, സെക്കൻഡ് കാണുന്നതല്ല. ഫസ്റ്റ് കാണുന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ബിൻ എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അഡ്രസ് ബാർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ലൊക്കേഷൻ ജസ്റ്റ് കോപ്പി ചെയ്യുക. അതിനുശേഷം ദിസ് PC റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസിൽ ചെല്ലുക. അപ്പോൾ നമുക്ക് സെറ്റിങ്സിലോട്ട് ഡയറക്റ്റ് ചെല്ലുന്നതായിരിക്കും. അതിനുശേഷം ജസ്റ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻവയോൺമെൻറ്റൽ വേരിയബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി അപ്പോൾ നമുക്ക് 2 കോളം ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. യൂസർ വേരിയബിൾസ് ഫോർ ആദ്യത്തെ, പിന്നെ സിസ്റ്റം വേരിയബിൾസ്. അപ്പോൾ നമുക്ക് ഈ 2 വേരിയബിൾ കോളത്തിനകത്തും നമുക്ക് ജസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞ ഫയൽ ലൊക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എഡിറ്റ് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ന്യൂ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാത്ത് അവിടെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്ത പാത്ത് വരുന്നത് പേസ്റ്റ് ചെയ്യുക. ഇനി ജസ്റ്റ് ഓക്കെ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഇതേ കാര്യം നമ്മുടെ യൂസ് അല്ലെ ഫസ്റ്റ് കോളത്തിലുള്ള അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ ന്യൂ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ പാത്ത് ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്യുക. ഇനി അപ്പോൾ നമുക്ക് എല്ലാം വിൻഡോസുകളെ ഓക്കെ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇനി അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ MinGW സക്സസ്ഫുൾ ആയിട്ടാണ് ഇൻസ്റ്റാൾ ആയിട്ടാണ് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ വിൻഡോസ് അല്ലെ സ്റ്റാർട്ട് ബട്ടനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് CMD എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മുടെ CMD ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നമ്മുടെ GCC സ്പേസ് -- വെർഷൻ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെൻറ്റൻസ് എഴുതി കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റത്ത് വെർഷൻ്റെ ഏത് വെർഷനാണെന്നത് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ MinGW സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ്. ഇനി അപ്പോൾ നമുക്ക് ജസ്റ്റ് തിരിച്ച് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോട്ട് തന്നെ തിരിച്ചു പോകാം. ന്യൂ ഫയലോ അല്ലെങ്കിൽ ഓപ്പൺ ഫോൾഡറോ ഒന്നും സെലക്ട് ചെയ്യേണ്ട. ജസ്റ്റ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. ഈ ബട്ടനാണ്
നമ്മുടെ എക്സ്പോസർ. അപ്പോൾ എക്സ്പോസർ ബട്ടണിലുള്ള ഓപ്പൺ ഫയൽ എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്ട്സ് എല്ലാം സേവ് ചെയ്യേണ്ടത് ആ ഒരു ഫയൽ ജസ്റ്റ് ആ ഒരു ഫോൾഡർ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാനപ്പോൾ ജസ്റ്റ് ദിസ് PC ചെന്ന് ആദ്യത്തെ എന്ന് പറഞ്ഞ ഡ്രൈവിലാണ് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു എക്സ്പോസർ എന്ന് പറഞ്ഞ ഒരു പുത്തനായിട്ടൊരു ടാബോടെ വരുന്നത് കാണാം. ഈ ടാബിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഫയലാണ് ഈ പ്രൊജക്റ്റെല്ലാം സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇനി അതിൻ്റെ തന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് 3 ബട്ടൺസ് കാണാം. അവിടെ 4 ബട്ടൺസ് ആണ്. ഫസ്റ്റ് ബട്ടണാണ് ന്യൂ ഫയൽ, സെക്കൻഡ് ബട്ടണാണ് ന്യൂ ഫോൾഡർ, തേർഡ് ബട്ടണാണ് റീഫ്രഷ് എക്സ്പോസർ, ഫോർത്ത് ബട്ടണാണ് കൊളാപ്സ് ഫോൾഡേഴ്സ് ഇൻ എക്സ്പോസർ. നമ്മളപ്പോൾ ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ബട്ടണായ ന്യൂ ഫയൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റിന് ജസ്റ്റ് ഒരു നെയിം കൊടുക്കുക. ഞാനെപ്പോൾ ഇവിടെ നെയിമായിട്ട് sample.c എന്നാണ് കൊടുക്കുന്നത്. .c എന്ന് പറഞ്ഞാൽ നമുക്ക് C ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത് എന്നറിയാൻ വേണ്ടിയുള്ള എക്സ്റ്റൻഷനാണ്. ആ .c നിങ്ങൾ ഏത് നെയിം കൊടുക്കുവാനും ജസ്റ്റ് അതുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇനിയപ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബ്ലാങ്ക് പ്രോജക്റ്റ് ഓപ്പൺ ആകുന്നതായിരിക്കും. ഇവിടെ അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ പ്രീപ്രോസസർ ഇട്ട് ഇൻക്ലൂഡ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഏത് ഹെഡർ ഫയലാണ് മെൻഷൻ ചെയ്ത് നമുക്ക് അവിടെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ എക്ലിപ്സിനകത്ത് ചെന്ന് നിങ്ങളുടെ കോഡിംഗ് സീരീസിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാം കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ഇവിടെ അതേപടി കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഞങ്ങൾ printf എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്ത് അങ്ങോട്ട് ഹലോ ഫ്രണ്ട്സ് ഹൗ ആർ യു എന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഫംഗ്ഷനാണ്, ഒരു പ്രോഗ്രാമാണ് ഉണ്ടാക്കുന്നത്. ഇനിയപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് നോക്കാം. അതിനായി ജസ്റ്റ് നിങ്ങൾ ടെർമിനലിൽ ചെന്ന് റൺ ബിൽഡ് ടാസ്ക് എന്നുള്ള ബട്ടണായി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഇവിടെ C or C++ ചെയ്യുന്നതിന് ബട്ടൺ കാണും. അതപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രൊജക്റ്റ് ബിൽഡാകുന്ന കാണാം. ഇനിയപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് ടെർമിനലിൽ വീണ്ടും ചെല്ലുക. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അങ്ങോട്ട് ന്യൂ ടെർമിനൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിന് ശേഷം ഇതുപോലെ ഒരു സ്പേസ് ആയിരിക്കും വരിക. ഇവിടെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് GCC എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒരു സ്പേസ് വിടുക. അതിനുശേഷം നിങ്ങളുടെ ഈ പ്രൊജക്റ്റിൻ്റെ നെയിം എന്താണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ലാസ്റ്റ് .c എന്നത് മറക്കല്ല് എക്സ്റ്റൻഷൻ. അതിനുശേഷം നെക്സ്റ്റ് ലൈനിലോട്ട് എൻ്റർ അടിക്കുമ്പോൾ നെക്സ്റ്റ് ലൈനിലോട്ട് ജസ്റ്റ് ./ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അങ്ങോട്ട് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നെയിം കൊടുക്കുക. ഈ പക്ഷേ എക്സ്റ്റൻഷനായിട്ട് C എന്നല്ല കൊടുക്കേണ്ടത്, EXE എന്നാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അങ്ങനെ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് എന്താണ് നമുക്ക് പ്രോഗ്രാമിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇത്ര സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്ത എല്ലാ സ്റ്റെപ്സും കറക്റ്റായിട്ടുണ്ടെന്നാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.